to a new episode of Chef Master Junior. Chef Master Junior. 8 contestants-ഓട് കൂടി നമ്മൾ സെക്കൻഡ് ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് ഷെഫ് മാസ്റ്റർ ജൂനിയർ. ഈ 8 പേർക്കും ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടഫ് കോമ്പറ്റീഷൻ ആണ് വരാൻ പോകുന്നത്. കോമ്പറ്റീഷൻ എന്ന് നമ്മൾ പറയുന്ന അവരുടെ മാക്സിമം ടാലന്റ്, കുക്കിങ്ങിലുള്ള അവരുടെ മാക്സിമം ടാലന്റ്, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഓരോ ലെവൽ അല്ലെങ്കിൽ ഓരോ എപ്പിസോഡിലും ഇങ്ങനെ ഓരോ ലെവലിൽ കയറി വരികയാണ് ചെയ്യുന്നത്. കാരണം അത്രയും ടഫായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ 8 പേർക്കും ഈ കുഞ്ഞു കുട്ടികൾ അവർ ഈ ഷെഫ് മാസ്റ്റർ ജൂനിയർ എന്ന് പറയുന്ന ഈ ഷോ ഇത് കഴിയുന്നതോടെ അവർ നല്ലൊരു നല്ല കുക്കുകളായി മാറും ഈ ചെറുപ്പത്തിൽ, ഈ പ്രായത്തിൽ തന്നെ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണമാണ് ഈ ഷെഫ് മാസ്റ്റർ ജൂനിയർ എന്ന് പറയുന്ന ഈ ഷോ. സെക്കൻഡ് ലെവലിൽ ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. കാരണം കണ്ടസ്റ്റൻസ് 8 പേരാണുള്ളത്. അപ്പോൾ എന്തെങ്കിലും കോമ്പറ്റീഷൻ ലെവലിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും മാറുന്നുണ്ടോ, ബാക്കി എല്ലാ കാര്യങ്ങളും അറിയുന്നത് നമ്മളെ ജഡ്ജസ് ആണ്. സോ എന്താണ് ടാസ്ക് എന്ന് അറിയണ്ടേ? നിങ്ങളെല്ലാവരും അല്ലേ, തയ്യാറല്ലേ? റെഡിയാണ്, കുക്ക് ചെയ്യാൻ റെഡിയാണല്ലേ? ടാസ്ക് തന്നാൽ മതി അല്ലേ? സോ ലെറ്റ്സ് വെൽക്കം അവർ ജഡ്ജസ്. നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം മഹേഷ് കൃഷ്ണ. നമ്മൾ സെക്കൻഡ് ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. അതെ, അപ്പൊ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും നമ്മളെ ഷോയിൽ വരുത്തുന്നുണ്ടോ? കുക്കിംഗ് ഇതിന് എന്തെങ്കിലും റേഞ്ച് അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ എന്തെങ്കിലും വരുത്തുന്നുണ്ടോ? വ്യത്യാസമില്ല ദേവിക, സമീപനം മാറ്റം ഉണ്ടാവും. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു റിയാലിറ്റി ഷോ, ഷെഫ് മാസ്റ്റർ പോലുള്ള വലിയൊരു റിയാലിറ്റി ഷോ ഇതൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ ശരിക്കും കുഞ്ഞുങ്ങളാണ്, ആ കൺസിഡറേഷൻ എപ്പോഴും ഉണ്ടാകും. ഓക്കെ, പക്ഷേ ഇനി നമ്മൾ ഏകദേശം ഒരു 10-25ഓളം റൗണ്ട്സ് കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് 2 പേര് വെളിയിൽ പോയി എലിമിനേറ്റഡായി. നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയുള്ള ഓരോ പോയിന്റും വാല്യുബിളാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പ്രിപ്പയർ ആയിട്ട്, കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് വേണം ഇതിനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റിലും ചെറിയൊരു വ്യത്യാസമുണ്ടാകും. കാരണം ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇനി ഒരു സെമി ഫൈനൽ, പിന്നെ ഗ്രാൻഡ് ഫിനാലെ, ചാമ്പ്യൻ. അപ്പോൾ ഇനി നിങ്ങൾ മാനസികമായിട്ട് അടുത്ത സ്റ്റേജിലേക്ക് കടന്ന ഒരു ഒരു മെച്യൂർഡായിട്ടുള്ള ഒരു അപ്രോച്ച് കാണിക്കാം. നിങ്ങളറിയാം കുഞ്ഞുങ്ങളാണ്, പ്രായവും അത്രയേ ഉള്ളൂ, നിങ്ങളുടെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. എന്നാലും മാക്സിമം എഫേർട്ട്, മാക്സിമം ഡെഡിക്കേഷൻ, ദ ബെസ്റ്റ് റിസൾട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ നിങ്ങളുടെ ജഡ്ജ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രയാസം. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് നിങ്ങൾ ഞങ്ങളുടെ മുമ്പ് കൊണ്ട് തരികയാണെങ്കിൽ അതേ പ്രോഡക്റ്റ് ഒരു സീനിയറാണ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് അവർക്ക് പറയാൻ കാണും, ഇങ്ങനെയൊക്കെ. പക്ഷെ കുഞ്ഞുങ്ങൾ ഇത്രയും നന്നായിട്ട് ചെയ്യുന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ ഈ പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ടാസ്ക് പറയുന്നതിനൊന്ന് നമ്മളെ നെക്സ്റ്റ് ഗസ്റ്റിനെയും കൂടെ സ്വാഗതം ചെയ്യാനുണ്ട്. യെസ്, ചൈന ഷെഫ്. വേറെ ആരെയാ നമുക്ക് വേണ്ടത്? അപ്പൊ ഇനി ചൈനയിലത്തെ വിശേഷമായിട്ട് ഇന്ന് എന്തൊക്കെയാണോ പറയാൻ പോകുന്ന പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും? എനിക്ക് ചൈന എന്ന് കേൾക്കുമ്പോഴും ഇപ്പൊ പേടിയാണ്. എന്തായാലും ആദ്യം വരുന്നത് നമ്മള് വൻമതിലല്ല ആദ്യം മനസ്സിൽ വരുന്നത്. ഇപ്പൊ നമ്മുടെ വരുന്നത് ലക്ഷ്മി മേഡോ അല്ലേ? അതെ, ലക്ഷ്മി ചേച്ചി തന്നെയാണ് ഫസ്റ്റ്. അതും ആ ക്യാപ്പൊക്കെ വെച്ചിട്ട് വരുന്ന രൂപം തന്നെ എപ്പോഴും എന്തായാലും. അപ്പൊ എന്തായാലും നമുക്ക് ലക്ഷ്മി ചേച്ചിനെയും കൂടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്താണ് ടാസ്ക് എന്നറിയാം. സോ ലെറ്റ്സ് വെൽക്കം ടു ഷെഫ് മാസ്റ്റർ ജൂനിയർ നമ്മൾ ഏവർക്കും പ്രിയങ്കരിയായ ലക്ഷ്മി പ്രിയ. അപ്പൊ നമുക്കിതാ ചേച്ചിയും കൂടെ വന്നിരിക്കുകയാണ്. ഒരു മിനിറ്റ്. ഓക്കെ, സോ ലക്ഷ്മി. എന്താ ദേവിക ഇത്? ഒരു മിനിറ്റ് ഒരു കാര്യം ആലോചിക്കാന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി ചേച്ചി, ആലോചിക്കാൻ. ഞാൻ ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് ഷോ ഷോ ഇപ്പം തുടങ്ങാം. ഇത് ഒരു കുക്കറി ഷോ അല്ലേ? അപ്പൊ എനിക്ക് ഇവര് ചൈനീസ് ഡിഷാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ എന്താ ദേവിക ഇങ്ങനെ? ശരിക്കും ഞാൻ ചൈനയിൽ പോയി സർട്ടിഫിക്കറ്റ് കാണണോ? അത് ഞാൻ ഇന്ന് മാറ്റിത്തരാം. ഇന്ന് ഇവരുടെ ഈ കുക്കിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ
അല്ലെ അതിന് മുന്നായിട്ട് തന്നെ ഞാൻ എൻ്റെ ഒരു അടിപൊളി റെസിപ്പി ഞാൻ തരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല. കഴിഞ്ഞ പ്രാവശ്യം അതിന് കാരണങ്ങളുണ്ടായിരുന്നു. എലിമിനേഷൻ റൗണ്ടാണ്, സങ്കടം വരെയാണ്, പിന്നെ ഞാൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. അയ്യോ നിൽക്കാം, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഈ വിഷമം കാരണം കുക്ക് ചെയ്യാൻ പറ്റില്ല. ആ റെഡി, ഓക്കെ ഓക്കെ ഓക്കെ, ഇനി പറഞ്ഞു. സോറി കേട്ടോ. ശരിയായി, കിട്ടി റെസിപ്പീസ് എല്ലാം കിട്ടി. പേര് മറന്നുപോയി കുട്ടാ, അത് ആലോചിക്കും. ചൈനീസ് പേരാകുമ്പോ കുറച്ച് വലുതല്ലേ, അതുകൊണ്ട് മനസ്സിലാക്കി. സോറി ചേച്ചി, ക്ഷമിക്കണം. സിക്സ്ത് സെൻസ് വർക്ക് ചെയ്യണോ അല്ലേ? ചിലപ്പോ സെവൻത് സെൻസും എയ്ത്ത് സെൻസും വരെ വർക്ക് ചെയ്താലേ കിട്ടും. കിട്ടിയല്ലോ അല്ലേ പേര്? അപ്പൊ രണ്ടെണ്ണമാണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോണതോ? അല്ല, ഒരെണ്ണമാണ്. ഒരെണ്ണത്തിന് എടാ നമ്മുടെ ഇവിടെ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, അത് ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാം. അതുപോലെ അല്ലല്ലോ. അപ്പം ചില റെയർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ഡിഷാണത്. അപ്പൊ അവർക്ക് ലിസ്റ്റ് കൊടുക്കണ്ടേ സാധനങ്ങളുടെ? അത് ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഒന്ന് ആലോചിച്ച് പറയണേന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിന് സമയം കിട്ടിയില്ല. അത്രേ ഉള്ളു കാര്യം. സോറി കേട്ടോ, ഞാൻ അറിഞ്ഞില്ല. കാരണം എനിക്ക് ചൈനീസ് ഡിഷസിന്റെ പേരോ അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നൊന്നും അറിയാം. പിന്നെ ഒരു കാര്യമുണ്ട് ദേവിക, ഞാൻ നിങ്ങളെ രണ്ടുപേരെ നോട്ട് ചെയ്തു കഴിഞ്ഞ എപ്പിസോഡില്. ഞാൻ ചൈനയിൽ പോയി പഠിച്ചു, ചൈനയിലെ ആൾക്കാരെ പറ്റി പറഞ്ഞു, ചൈനയിലെ ഡിഷസിനെ ഒക്കെ പറ്റി പറയുമ്പോ നിങ്ങൾക്ക് മൊത്തത്തിലൊരു വിശ്വാസക്കുറവുണ്ടല്ലേ? അല്ലെങ്കിൽ ഈ ദേവിക്ക് ഭയങ്കര കുശുമ്പാണ്. സാറിനും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ലക്ഷ്മി ചേച്ചി ചൈനയിൽ പോയി പഠിച്ചെന്നാണോ നിങ്ങൾ വിചാരിക്കുന്ന? പഠിച്ചില്ലെന്നാണോ? പഠിച്ചില്ലെന്ന് കണ്ടോ? എല്ലാത്തിനും ഡിഷ് കരിഞ്ഞു പോട്ടെ, എല്ലാം കരിഞ്ഞു പോകും. നോക്കിക്കോ, ഒന്നും ശരിയാവാൻ പോണില്ല. ശരിയാവണമെങ്കിൽ വിശ്വാസം ഉണ്ടെന്ന് പറയാം, എന്നാലേ ശരിയാവുള്ളൂ. ഇത് വിശ്വസിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഡിഷ് എന്തായാലും കരിഞ്ഞൊന്നും പോകത്തില്ല. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ വരുന്നതെന്നൊക്കെ എനിക്കറിയാം. ഞാൻ ഇതിനെക്കാട്ടിലും കുറെ കഷ്ടപ്പെട്ടാണ് 3 മാസം ഭക്ഷണം പോലും കഴിക്കാതെ പച്ചവെള്ളം, വെറും പച്ചവെള്ളം, അത് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. പച്ചരി ചോറും കഴിച്ചാൽ ഞാൻ ചൈനയിൽ 3 മാസം ജീവിച്ചത്. അല്ല കാര്യല്ലേ പറഞ്ഞേ? അതൊന്നും അല്ല. അതിന്റെ കാര്യം ഞാൻ ഈ എപ്പിസോഡിന്റെ ലാസ്റ്റ് പറയാം. ഞാൻ എന്തുകൊണ്ട് ഇത്രയും തടി വെച്ചു എന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. എന്തായാലും സസ്പെൻസ് ഇടുക എന്നുള്ളത് എന്റെ ഒരു ശീലമായി പോയി. അതുകൊണ്ട് ഈ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഉറപ്പായിട്ടും ഈ 8ഉം 2ഉം 10 മക്കളുണ്ട്. ഇപ്പൊ ഈ 10 പേർക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്നതാണ്. ഒന്ന് ക്ലാപ്പ് ചെയ്ത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരി, അപ്പൊ നമുക്ക് എല്ലാത്തിനേക്കാളും ഉപരി ഈ ഭക്ഷണത്തിനായിരിക്കും ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇന്നും പറ്റിക്കരുത് കേട്ടോ, ഇത് അവസാനത്തെ ചാൻസ് ആണല്ലേ മഹേഷ്? സത്യം, അമ്മയാണ് സത്യം. വേണ്ട, മതി മതി, വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ എല്ലാരും വിശ്വസിച്ചിരിക്കുന്നു. കാരണം ഭക്ഷണത്തിനെ വെച്ചും അമ്മേനെ വെച്ചും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ദേവിയെ പറ്റി എനിക്ക് വിശ്വാസമായി മതി. അതെ അതന്നെ, അതന്നെയല്ല. നമുക്ക് ഷോ നടന്നുകൊണ്ട് വിശ്വസിച്ചേ പറ്റൂ. ഒരു കാര്യം പറഞ്ഞു, ഇന്നിപ്പോ ഏതെങ്കിലും ഒരാളുടെ ഡിഷ് കരിഞ്ഞു പോവുകയാണെങ്കിൽ മക്കളെ സൂക്ഷിച്ചോ, നന്നായിട്ട് സൂക്ഷിച്ച് കുക്ക് ചെയ്താ മതി കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് ഇന്ന് ചൈനീസ് സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു. ചൈനീസ് എന്നുള്ള അല്ല, ആ ഒരു ഒത്തന്റിസിറ്റി ഇല്ല. അവൻ നൂഡിൽ എന്ന് പറയുന്ന ആ ഇൻഗ്രീഡിയന്റ് ഉണ്ട്. നിരോധിച്ചിട്ടുള്ള നൂഡിൽസ് ഐറ്റംസ് ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ഒരു പ്ലെയിൻ നൂഡിൽ ഉപയോഗിക്കും. ഓക്കെ ഫൈൻ, സൂപ്പർ, അടിപൊളി. അപ്പൊ നൂഡിൽസ് ഉണ്ട്, നമുക്ക് നൂഡിലും ഉണ്ട്, എന്ത് ഐറ്റം എന്തായാലും. ഓക്കെ. ഓ, ചൈനക്കാർക്ക് ലോകത്തിലെ ആദ്യത്തെ നൂഡിൽസ് ആരാ കണ്ടുപിടിച്ചെന്നറിയാമോ? ചേച്ചിയല്ലല്ലോ? അല്ലല്ലോ, എനിക്കറിയില്ല. കേരളീയര്, ഇന്ത്യൻസ് വേണമെങ്കിൽ എനിക്ക് പറയാം, കേരളീയരെന്നേ പറയും. നോ, എന്നും വീട്ടിൽ കഴിക്കുന്ന സാധനങ്ങളെ. ചൈനയിലും അങ്ങനെയൊക്കെ തന്നെ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. ചേച്ചിക്ക് ബുദ്ധി ഉണ്ട്, നമ്മൾ വിചാരിച്ച ചൈനയിൽ ഉണ്ടാക്കുന്ന അറിയില്ലേ? ഇതുപോലത്തെ ഒരു അച്ചുണ്ട്, അത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. അതിൽ ഇതെല്ലാം പിഴിഞ്ഞിട്ട് ടെറസിന്റെ മേലിട്ട് അവർ ഉണക്കി സൂക്ഷിച്ച് വെക്കുക ചെയ്യുന്നത്. അവരവരുടെ വീട്ടിലുള്ള നൂഡിൽസ് അവരവർ ഉണ്ടാക്കി എടുക്കുക ചെയ്യുന്നത്. സത്യം, നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കണ പോലെ കടയിൽ പോയിട്ട് മേടിക്കുക, പൊടി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എടാ അത് വേണം, പൊടി മേടിച്ച് പിഴിഞ്ഞ് ഉണ്ടാക്കി ഉണക്കി ടിന്നിൽ അടച്ചു വെക്കും. ഇതാണ് നമ്മളുടെ ഇടിയപ്പം, അവർക്ക് നൂഡിൽസ്. അത്രേ ഉള്ളൂ. നമ്മള് അപ്പം ഉണ്ടാക്കി അപ്പം കഴിക്കണു, അവര് വെച്ച് വെച്ച് കഴിക്കണു, അത്രേ ഉള്ളൂ വ്യത്യാസം. രാവിലത്തെ പുട്ട് വൈകിട്ടത്തെ ഉപ്പുമാവെന്ന് പറയുന്ന പോലെ. അപ്പൊ നമുക്ക് ഇനി ചൈനീസ് വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പങ്കുവെക്കാം അല്ലെ? അപ്പൊ ഇവരെ പരിപാടി തുടങ്ങട്ടെ അല്ലെ? ഇവരുടെ ടൈം ലിമിറ്റ് എത്ര? നമ്മൾ ഇവർക്ക് ടൈം ലിമിറ്റ് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 45 മിനിറ്റ്സ് ആണ് ടൈം. ഈ 45 മിനിറ്റ്സുള്ള ഈ നൂഡിൽ എന്ന് പറയും, നൂഡിൽ ഓർ പാസ്ത എന്നാണ്. അല്ലെ, ഈ 2 പ്രൊഡക്റ്റിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇൻഗ്രീഡിയൻറ്റ്. അത് ഉപയോഗിച്ച് 45 മിനിറ്റ്സിനുള്ളിൽ നല്ലൊരു പ്രസൻറ്റേഷനോടുകൂടി, നല്ലൊരു പ്രിപ്പറേഷനോടുകൂടി
ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. ഓക്കെ, വളരെ സൂക്ഷിച്ച് വേണം നൂഡിൽ പ്രിപ്പയർ ചെയ്യാൻ. വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയിട്ട് ലക്ഷ്മി ചേച്ചിയുടെ പ്രാക്കാന്നൊന്നും പറയരുത്, എനിക്ക് സഹിക്കാൻ പറ്റില്ല അതൊന്നും. കുഞ്ഞുങ്ങൾ കരയുന്ന എനിക്ക് ഒട്ടും സഹിക്കില്ല. ഇല്ല ഇല്ല, വേണ്ട ചേച്ചി, വേണ്ട. നമുക്ക് അവരിപ്പോ തുടങ്ങും. അവരൊക്കെ നന്നായിട്ട് നല്ല എക്സ്പേർട്ട് കുക്സ് ആണ്, അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. സോ ചേച്ചിനെ വിഷമിപ്പിക്കരുത്, അതായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും. ഓക്കെ, അപ്പൊ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാമല്ലേ സർ? സെക്കൻഡ് ലെവലിലെ ഫസ്റ്റ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് വിളിക്കുന്നൊരു സന്തോഷം. 10 9 8 7 6 5 4 3 2 1 0. മിക്സഡ് നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. ഒരു പ്രാവശ്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്, പക്ഷെ ഒന്നും കൂടി വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. സാധാ വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പ്ലെയിൻ നൂഡിൽസ് വെച്ച്. ഇതിൽ ചിക്കനും എഗ്ഗും മാത്രമേ ആഡ് ചെയ്യണമെന്നുള്ളൂ. ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ നൂഡിൽസ്, അതിൽ എഗ്ഗൊക്കെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് എഗ് നൂഡിൽസ് എന്ന് പറയുന്നത്. ഞാൻ ഹാക്ക നൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോണത്. ക്രിസ്പി ആൻഡ് ക്രഞ്ചി നൂഡിൽസ് എന്നാണ്. അത് നമ്മുടെ ഇപ്പം നടക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഫ്രൈഡ് ചിക്കൻ കോട്ടഡ് വിത്ത് റൈസ് നൂഡിൽസ് ആക്കുന്നുണ്ട്. അത് റൈസ് നൂഡിൽസ് ഇപ്പം റൈസ് വെർമിസെല്ലി എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് ചിക്കൻ റെക്ടാങ്കുലർ ഷേപ്പിൽ മുറിച്ചിട്ട് അതിൽ സോയ സോസിൻ്റെ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് അത് നൂഡിൽസിൽ കോട്ട് ചെയ്യുക ചെയ്യുന്നത്, എന്നിട്ട് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതാണ് റൈസ് നൂഡിൽസ്. ഒരു ഇറ്റാലിയൻ പാസ്തയാണ്. അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് വെച്ചാൽ ടൊമാറ്റോ സോസ് ഒക്കെയാണ്. കുറച്ച് സ്പൈസി ആണ്. ഇത് ഓവൻ ബേക്ക് ആണ്. 30 മിനിറ്റ്സ് ഓവനിൽ വെച്ചേക്കണം. ഒരു ചൈനീസ് നൂഡിൽസ് പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാസ്ത ആൻഡ് വൈറ്റ് സോസ്. അപ്പോൾ അത് ഒരു ഭയങ്കര ഡെലീഷ്യസ് ആയിട്ട് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പോകുന്ന ഡിഷാണ്. ദേവിക,